ഹലോ ഗൈസ്, ഇന്ന് മിഞ്ചീസ് ബ്ലോഗിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 7 പേരെയാണ്. ഇവർ 7 പേരും വിഗോവ എന്ന ഇനത്തിൽപ്പെട്ട താറാവുകളാണ്. ഇവരെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇവർ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ കിടിലനായിട്ടാണ് കുളിച്ചിട്ട് വരുന്നത്. ഇവർ കുളിച്ച് നല്ല സുന്ദരിമാരുമായിട്ടാണ് എന്നും നിൽക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇവരെ ഓരോരുത്തരെയും കണ്ടോ? എന്ത് ഭംഗിയാണ് ഇവരെ കാണാൻ. സൂപ്പർ അല്ലേ? അടിപൊളി താറാവുകളാണിവർ. ഇവർ എന്നും വളരെ സുന്ദരിമാരായിട്ടാണ് നടക്കുന്നത്. മറ്റ് താറാവുകളെ പോലെ ഇവർക്ക് വൃത്തികെട്ട മണമോ ഒന്നുമില്ല. ഇവർ വളരെ സുന്ദരിമാരാണ്. ഇവർ 7 പേരും നല്ല വൃത്തിയിൽ തന്നെ ജീവിക്കുന്നവരാണ്. തങ്ങളുടെ സൗന്ദര്യ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധിക്കുന്ന മറ്റൊരു താറാവുകളും ഇല്ലെന്നുള്ളതാണ് സത്യം. കണ്ടോ ഗൈസ്, ഇവരെല്ലാവരും വളരെ സുന്ദരന്മാരുമാണ്. ഇവർ താളത്തിലാണ് നടക്കുന്നത്. ഇവരുടെ നടപ്പ് കാണാൻ എന്ത് ഭംഗിയാണെന്ന്. പക്ഷേ ഇവർക്ക് എന്നും ഭയമാണ്. കാരണം മരപ്പട്ടിയോ അതുപോലെ വല്ല ജീവികളോ ഇവരെ ഉപദ്രവിക്കാൻ വന്നാൽ ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കും ഗൈസ്. ഇതിൽ ഓരോരുത്തർക്കും പേരുകളുണ്ട് ഗൈസ്. ഈ മുന്നിൽ നിൽക്കുന്നതാണ് മീക്കു, പിന്നിൽ ജംഗു, പീക്കു, സുങ്കു, ലിക്കു, ലപ്പു, ചുങ്കു. ഇതാണ് ജംഗു, ഇത് സുപ്പു, ഇതാണ് ഗൈസ് സുപ്പു. സുപ്പു എന്ത് സുന്ദരിയാണെന്ന് നോക്കൂ ഗൈസ്, നോക്കൂ എന്ത് സുന്ദരിയാണ് അവൾ. ഗൈസ് സുപ്പു വെള്ളം കുടിക്കാൻ വരികയാണ്. അവളുടെ ചെടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കണ്ടോ, അവൾ ആ ചെടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ജംഗു കൂടെയുണ്ട് ഗൈസ്, ജംഗു കൂടെയുണ്ട്. കണ്ടോ ഗൈസ്, ഇത് ജംഗുവും സുപ്പുവുമാണ്. ഗൈസ് ഇവർ 2 പേരും വളരെ മിടുക്കനായാണ് നമ്മൾ എന്നും കാണുന്നത്. ഇവർക്കൊക്കെ എന്ത് സന്തോഷകരമായ ജീവിതമാണെന്നറിയാമോ ഗൈസ്? നിങ്ങൾക്ക് ഇവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്, മറക്കരുത്. ഗൈസ് ഇതാണ് മിങ്കു. മിങ്കു എന്നും വളരെ സുന്ദരിയായി മാത്രം നടക്കുന്ന ഒരു പെണ്ണാണ്. നിങ്ങൾ അവളെ കണ്ടോ ഗൈസ്? പുറകിൽ ഒരുത്തി നിൽപ്പുണ്ട്. അതാരാണെന്നറിയാമോ? അതാണ് രാരിക്കോഴി. രാരിക്കോഴി ഇവരുടെ കൂട്ടത്തിൽ കൂടി തൻ്റെ കളർ ഇതുപോലെ വെളുപ്പാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അവൾ അതിന് വന്നതാണ്. നടക്കില്ല എന്നറിഞ്ഞിട്ടും രാരിക്കോഴി ഇവരുടെ കൂടെ അങ്ങ് നടക്കുകയാണ് ഗൈസ്. ഇവരെ പോലെ സുന്ദരിമാരാവാൻ നടക്കാത്ത കാര്യമല്ലേ ഗൈസ്, നടക്കാത്ത കാര്യമല്ലേ. കണ്ടോ ഗൈസ്, രാരിപ്പൂങ്കോഴി എന്നും ഇവരുടെ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഇവർ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നു അവൾ. ഇവർ പെരുമാറുന്നത് എങ്ങനെയാണോ അവൾ അതുപോലെ തന്നെയാണ് ഗൈസ് പെരുമാറുന്നത്. കണ്ടോ, ഇവർ ജസ്റ്റ് വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവളും അതുപോലെ തന്നെ നിൽക്കുന്നു ഗൈസ്. രാരിപ്പൂങ്കോഴിക്ക് ഇവരെ പോയി ആവാൻ തന്നെയുള്ള ഫുൾ ശ്രമത്തിലാണ് അവൾ. കണ്ടോ, രാരിപ്പൂങ്കോഴിക്ക് അറിയില്ലല്ലോ അവൾ ഒരിക്കലും ഇവരെ പോലെ ആവില്ല എന്ന്. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ ഗൈസ്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഇപ്പോൾ നമുക്ക് അതിങ്ങനെ പറയാം, രാരിപ്പൂങ്കോഴി കുളിച്ചാൽ
വിഗോവ താറാവാകുമോ? ഗായ്സ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമേ. നിങ്ങളുടെ ഡയലോഗ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം ഗായ്സ്. കാരണം ഈ രാരിപ്പൂങ്കോഴി എന്തിനാണ് ഈ വെള്ളത്താറാവുകളുടെ കൂടെ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഗായ്സ്. അവൾ എന്തായാലും ഇവരെ പോലെ ആകാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം. പക്ഷേ രാരിപ്പൂങ്കോഴി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. അവൾക്ക് ഇപ്പോഴും നേരം എടുത്തിട്ടില്ല ഗൈസ്, നേരം എടുത്തിട്ടില്ല. കാരണം അവൾ ഇപ്പോഴും ഈ വിഗോപ താറാവുകൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നു, വിഗോപ താറാവുകൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. വിഗോപ താറാവുകൾ എന്ത് ചെയ്യുന്നു അത് തന്നെ രാരിപ്പൂങ്കോഴിയും ഫോളോ ചെയ്യുന്നു. എന്നിട്ടും രാരിപ്പൂങ്കോഴിക്ക് അവരെ പോലെ ആവാൻ കഴിയുന്നില്ലല്ലോ ഗൈസ്. രാരിപ്പൂങ്കോഴിയുടെ അവസ്ഥ വളരെ മോശമാണ് ഗൈസ്. ഇവരെ ജിങ്കുവിനെയും മിങ്കുവിനെയും സുപ്പുവിനെയും പോലെ അനുകരിച്ച് നടന്നിട്ട് അവൾ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം ഗേസ്, കണ്ടറിയാം. എനിക്ക് ഉറപ്പാണ് ഗേസ്, എന്തായാലും ഇവരെ പോലെ അവൾക്ക് ആവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗേസ്? പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.